കേരളീയ ക്ഷേത്രങ്ങൾ പൊതുവെ സന്തോഷകരമായ അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുക. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കോവിലകങ്ങളുടെ നാട് എന്നു പേരുകെട്ട കോഴിക്കോട്ടെ സാമൂതിരി സ്വരൂപത്തിന് കീഴിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ആചാരമര്യാദകളും പാലിച്ചുകൊണ്ടാണ് സാമൂതിരി കുടുംബങ്ങൾ ക്ഷേത്ര പരിപാലനം ചെയ്തു വരുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 6 മൈൽ മാറി തിരുവണ്ണൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തിരുവണ്ണൂർ കോവിലകത്തിനാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമെങ്കിലും തിരുവണ്ണൂർ കോവിലകത്തിന്റെ തന്നെയുള്ള അമ്പാടി കോവിലകത്തിലെ മൂത്ത സ്ത്രീയാണ് ക്ഷേത്രാവകാശി. പ്രായക്രമം അനുസരിച്ച് ക്ഷേത്ര ആദായക്രമം തലമുറകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ പ്രത്യേകത ഇവിടുത്തെ ശ്രീകോവിൽ ഉയർന്നതും പടിഞ്ഞാറ് മുഖമായിട്ടുള്ളതും എന്നതാണ്. ക്ഷേത്രങ്ങൾ മനുഷ്യന്റെ ബാഹ്യാകാരത്തിന്റെ ഒരു പ്രതിഫലനമാണ്. മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിനുള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം. തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിനെയാണ് പ്രതിഷ്ഠ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. പീഠം എന്നത് ശക്തിയും ലിംഗം എന്നത് ശിവനുമാകുന്നു. ശക്തി സ്വരൂപമായ പീഠവും ശിവരൂപമായ ലിംഗവും തമ്മിലുള്ള ചേർച്ചയാണ് പ്രതിഷ്ഠ. നിർഗുണ പരബ്രഹ്മ സ്വരൂപാ, നിർഗുണ പരബ്രഹ്മ സ്വരൂപാ, ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ, നിർഗുണ പരബ്രഹ്മ സ്വരൂപാ, ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ, നിർഗുണ പരബ്രഹ്മ സ്വരൂപാ, ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ, നിജപുര നിഹിത നിതാന്തഹനന്ദ, നിജപുര. ഈ ശ്രീകോവിലിനെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഉയരക്കൂടുതൽ കൊണ്ടാണ്. സാധാരണ ശ്രീകോവിലിലെ ഭഗവത് പ്രതിഷ്ഠ നാലമ്പലത്തിന് വെളിയിൽ നിന്നും നോക്കിയാൽ ഭക്തന്മാർക്ക് ദൃശ്യമാകും. ഉയർന്നു നിൽക്കുന്ന ഈ ശ്രീകോവിലിന്റെ മുന്നിലെത്തിയാൽ മാത്രമേ വിഗ്രഹപ്രതിഷ്ഠ ദർശിക്കാൻ സാധിക്കൂ. എന്നാൽ കലികാലത്തിൽ നിർമ്മിക്കപ്പെടുന്ന ശ്രീകോവിലുകൾ 100 കോലിൽ കൂടുതൽ ഉയരമരുതെന്ന് ശാസ്ത്രം പറയുന്നു. അഗ്നി, വായു ഇവയിൽ നിന്നും രക്ഷ നേടാനാണ് ഇത്. ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിൽ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കത്തെ സാധൂകരിക്കുന്ന തെളിവാണ്. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അർജുനൻ ഏകാഗിയായി ഹിമാലയത്തിൽ പ്രവേശിച്ച് പരമശിവനെ തപസ് ചെയ്തു. ശിവൻ കാട്ടാളവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർജുനന്റെ ധൈര്യം പരീക്ഷിച്ചു. അതിൽ വിജയിച്ച അർജുനന് പരമശിവൻ പാശുപതാസ്ത്രം സമ്മാനമായി നൽകി. ഇത് കിരാതാർജുനീയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രീകോവിലുകൾ വൃത്തം, ചതുരത്തോടുകൂടിയ അർദ്ധവൃത്തം അഥവാ ഗജപൃഷ്ഠം എന്നിങ്ങനെ പലതരത്തിൽ കാണപ്പെടുന്നു. ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലാണ് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിനുള്ളത്. മഹാശിവരാത്രി നാളിലും തിരുവാതിരയ്ക്കുമാണ്
തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദൈനംദിനേതര പൂജകളും മറ്റു ചടങ്ങുകളും ഉള്ളത്. മഹാകാലകാലം ഗണേശാധിപാലം ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. പതിവിലധികം ഉയരമുള്ള ഈ ശ്രീകോവിലിന് ചുറ്റുമായി കിരാതം, ദശാവതാരം തുടങ്ങിയ കഥകൾ ശില്പരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗണേശാധിപാലം ജടാജൂട്ടഗംഗോ. ശില്പകലയിലെ പഴമക്കാരുടെ ചാതുര്യം വെളിവാക്കുന്നതാണ് ഈ മനോഹര രൂപങ്ങൾ ഓരോന്നും. മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ശിവക്ഷേത്രത്തിന് വലതുഭാഗത്തായി മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സംഗൃഹീതാർദ്ധദേഹം ഗിരൗ സംസ്ഥിതം സർവദാ സന്നിഗേഹം. പരമശിവന്റെ സമക്ഷം അതിഥിയായി എത്തിയതാണ് ഇവിടുത്തെ മഹാവിഷ്ണു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗിരീന്ദ്രാത്മജാ സംഗൃഹീതാർദ്ധദേഹം. അതുകൊണ്ട് തന്നെ ഉപദേവനായല്ല മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പരബ്രഹ്മ ബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. കപാലം. മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്തായി പരശുരാമ പ്രതിഷ്ഠയുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ പരശുരാമന്റെ ക്ഷേത്രത്തിനും പ്രാധാന്യമുണ്ട്. സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭു. ശ്രീകോവിലിന് ഇടതുഭാഗത്തായാണ് ശ്രീഅയ്യപ്പൻ കുടികൊള്ളുന്നത്. കപാലം ത്രിശൂലം കരാഭ്യാം ദധാനം പദാംഭോജ. കിഴക്ക് മുഖമായിട്ടാണ് അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബലിവർദ്ധയാനം സുരാണാം പ്രധാനം. അയ്യപ്പ ക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പൂജയുള്ളൂ. ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം. നാഗപ്രതിഷ്ഠയ്ക്ക് അടുത്തായി ദേവി പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രം മതിലിനു കിഴക്കുഭാഗത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. സദാ സച്ചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ശരശ്ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശസ്യ മിത്രം. വിശ്വാസങ്ങൾ എന്തൊക്കെയായാലും ഷോഡശക്രിയകൾ പൂർത്തിയാക്കിയ ഈ ആൽമരം ദേശക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് ഭക്തിയിൽ ലയിച്ചു ചേരുന്ന സമാധാനമാണ്. ഹരം സർപ്പഹാരം ചിതാഭൂവിഹാരം. ഗജവും നെറ്റിപ്പട്ടവും ഉത്സവാന്തരീക്ഷവും തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലില്ലെങ്കിലും ശിവരാത്രി നാളിലെ പ്രത്യേക പൂജയ്ക്ക് അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കും നാമജപാർച്ചന സ്വരങ്ങളും ക്ഷേത്ര സ്വാധീനം ദേശത്തും ദേശനിവാസികൾക്കും ഇടയിലുണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിൽ ചില ആധുനിക നവീകരണ പ്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തികച്ചും പരമ്പരാഗത ചിട്ടവട്ടങ്ങളും വിധികളുമായി
തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദിനസരികൾ നിറയുന്നു. ദേശത്തിന് അഭയവും നാഥനുമായിരിക്കുക എന്ന മഹത്കർമ്മമാണ് ഓരോ ക്ഷേത്രവും നിർവഹിച്ചു പോരുന്നത്. ആ പതിവ് തെറ്റിക്കാതെ തിരുവണ്ണൂരിനെ കാത്ത് തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ വാണരുളുന്നു. സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി. സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹി പ്രാപ്യ രത്നം. സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി.